സത്യല്ല ഇത് സ്വപ്ന. അതെ, ഇതൊക്കെ ഒരു സ്വപ്നം. ഇപ്രാവശ്യത്തെ വെക്കേഷൻ നമ്മളെ അച്ചൂട്ടൻ അടിച്ചൊരു ലോട്ടറിയാണ് ഈ കാണുന്ന ഈ സൈക്കിൾ കേട്ടോ. ഇൻട്രോയിൽ കണ്ട പോലെ നമ്മളൊരു കുഞ്ഞി സർപ്രൈസ് അച്ചൂട്ടന് കൊടുത്തത് തന്നെയാണ്. ഞാനും ഏട്ടനും സ്കൂട്ടി പോയാണ് സൈക്കിളൊക്കെ സെലക്ട് ചെയ്തത് കേട്ടോ. അപ്പൊ അത് തിരിച്ചു കൊണ്ടുപോകാൻ വണ്ടി വിളിക്കണം. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല, ആദീനെ വിളിച്ചു. അപ്പൊ ആദ്യം നടന്നാണ് ടൗണിക്ക് വന്നത്. അപ്പോൾ പുതിയ സൈക്കിള് മൂപ്പര് ഓടിച്ചാണ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് കേട്ടോ. വരുന്ന വഴി അവനവൻ്റെ കൂട്ടുകാരനോട് സംസാരിക്കുന്നതാണ്. അപ്പോൾ വീടിൻ്റെ ഒരു സൈഡ് ഭാഗത്തായി നമ്മൾ സൈക്കിൾ നിർത്തി അച്ചൂട്ടൻ കളിക്കാൻ പോയിരുന്നേ. വെറുതെ അച്ചൂട്ടൻ്റെ അടുത്ത് വഴക്കാക്കുകയാണ് കേട്ടോ, കളിക്കാൻ പോയിട്ട് ലേറ്റ് ആയി എന്നും പറഞ്ഞിട്ട്. എൻ്റെ ആദ്യം ഈ ഭാഗമൊക്കെ ക്യാമറ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ച് ഷൂട്ട് ചെയ്തതാണ്. സൈക്കിളിൽ കണ്ട് ഷോക്കായി എൻ്റെ അച്ചൂട്ടൻ തരിച്ച് നിൽക്കുകയാണ് കേട്ടോ. സത്യല്ല ഇത് സ്വപ്ന. അതെ, ഇതൊക്കെ ഒരു സ്വപ്നം. സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും മൂപ്പരുടെ കണ്ണൊക്കെ നിറഞ്ഞിരുന്നു കേട്ടോ. കണക്കൊരു കുപ്പിയുണ്ട് ഇത്തിരി വെള്ളം നിറച്ചിട്ട്. ആ ഇപ്പൊ പ്രാർത്ഥിക്കും, ഒപ്പനെ പ്രാർത്ഥിക്കൂട്ടോ അമ്മ സൈക്കിൾ കൊണ്ട്. ബ്രേക്ക് ഏതാന്നറിയോ? അയ്യോ സൈക്കിള് ഇത്തിരി വലുതാവുകൊണ്ട് അച്ചൂട്ടന് ഇരുന്നങ്ങോട്ട് ഓടിക്കുമ്പോ ക്ലിയർ ആവണില്ല കേട്ടോ. കുഞ്ഞു സൈക്കിളൊക്കെ ഓടിച്ച എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. ചെറിയ സൈക്കിളൊക്കെ ഓടിച്ച എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അവനോട് വിട്ടല്ലോ അവൻ പൊക്കോളും എന്ന് അവൻ്റെ അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ എനിക്കും എൻ്റെ അച്ചൂട്ടനും തുടക്കത്തിൽ അത്ര അങ്ങോട്ട് ധൈര്യം കിട്ടിയില്ല. ഞാൻ അതിനെ അവൻ്റെ പിന്നാലെ പറഞ്ഞയച്ചാണ് കേട്ടോ. നമ്മൾ അമ്മമാരങ്ങനെയാണല്ലോ, നമുക്ക് എപ്പോഴും ഒരു പേടി ഉണ്ടാവുമല്ലോ. അമ്മ ചവിട്ടിയാ പോണ്ടേ? അങ്ങോട്ട് പോയിക്കോ. അല്ല മണ്ട കേറിക്കൊണ്ട് അവിടെ നിക്ക്, ഞാൻ തള്ളിത്തരാ. ഇങ്ങോട്ട് വരും, ഇവിടെ വരും. സൈക്കിൾ ഓട്ടിയപാട് തറവാട്ടിലും വലിയമ്മടുത്തൊക്കെ കൊണ്ട് കാണിച്ചു വന്നു കേട്ടോ. ആദിത്യ, ഇതൊരിക്കലും ഇതിനെന്ത് കേട് വന്നാലും ഞങ്ങൾ കടയിൽ കൊണ്ട് നേരിക്കൊണ്ട് ദയവ് ചെയ്ത് ആദിത്യ ഇത് റിപ്പയർ ചെയ്യരുത് പ്ലീസ്. എത്ര സൈക്കിൾ കിടക്കേട്ടോ? 3 എണ്ണോ 4 സൈക്കിളല്ലേ? സെക്കൻഡ് ആണ്. ആ ചെന്നൈന്ന് കൊടുന്ന സൈക്കിളോ? ആദ്യടുത്ത് ഇങ്ങനെ പറയാനൊരു കാരണം ഉണ്ട് കേട്ടോ. എൻ്റെ അച്ചൂട്ടൻ LKG പഠിക്കുന്ന സമയത്ത് ഞാനൊരു സൈക്കിൾ വാങ്ങിച്ചതാണ്. ഉണ്ണി അത് ഓടിച്ച് കൊതി തിരുന്നതിൻ്റെ മുന്നേ തന്നെ എൻ്റെ ആദ്യം അത് അവൻ്റെതായ കുറേ റിപ്പയറൊക്കെ ചെയ്ത് ഒന്നിനും പറ്റാണ്ട് അങ്ങനെ ഇട്ട് വെയിലും മഴയും കൊണ്ട് അത് തുരുമ്പിച്ച് നാശമായി. പിന്നെ കുറച്ച് സെക്കൻഡ് ഹാൻഡ് സൈക്കിളുകൾ മേടിച്ചു, അതും അതേപോലെ തന്നെ ആൾ നാശാക്കിയിട്ടു കേട്ടോ. സൈക്കിളിൻ്റെ പൊളിവിൽ അടുക്കളയിലെ പണികളൊക്കെ മറന്നായിരുന്നേ. വൈകുന്നേരത്തേക്ക് കറിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇത്തിരി സാമ്പാറൊക്കെ ഉണ്ടാക്കിയായിരുന്നു. ഞാൻ വരില്ല, എനിക്കിപ്പോ ഒന്നും വേണ്ട. അങ്ങനെ എനിക്ക് വേറെ പണിയുണ്ട്. സന്തോഷിക്കണക്ക് വക്കള് നന്നാക്കണ്ടി നന്നാക്കി തരുമോ? നീ പൊക്കോ. സൈക്കിള് കിട്ടിയപ്പോൾ തുടങ്ങിയ ഓടിക്കലാണ്. വൈകിട്ട് മേലെഴുകലും കഴിഞ്ഞിട്ട് മുറ്റത്ത് കൂടെ വീണ്ടും ഇങ്ങനെ ഓടിച്ചോണ്ടേ ഇരിക്കുക. അത് കാണാൻ വേണ്ടി അടുക്കളയിൽ നിന്ന് തന്നെ കൂട്ടാൻ വന്നതാണ് കേട്ടോ. എനിക്കൊന്നും ഒഴിവില്ല. വീട് കഴിഞ്ഞ് അവിടെ ഇട്ട് അടിയിട്ടെന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് അച്ചയുടെ ഹെൽമെറ്റൊക്കെ വെച്ചിട്ടാണ് സൈക്കിൾ ഓട്ടണത്. എവിടേക്കാ? അങ്ങോട്ട് ഇങ്ങോട്ട് പോര്. അച്ചൂട്ടൻ്റെ ഏറെ നാളത്തെ ആഗ്രഹമാണ് ഒരു സൈക്കിള് സ്വന്താക്കുക എന്നുള്ളത് കേട്ടോ. ഇപ്രാവശ്യത്തെ വെക്കേഷനെങ്കിലും സൈക്കിൾ എങ്ങനെയും മേടിക്കാന്നൊക്കെ ഇങ്ങനെ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും പ്രതീക്ഷിക്കാണ്ട് മൂപ്പർക്കൊരു സൈക്കിൾ കിട്ടിയപ്പോൾ അവൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത്തിരി വലിയ സൈക്കിളാവുകൊണ്ട് എൻ്റെ ആദിക്ക് ഓടിക്കാം കേട്ടോ. അപ്പോൾ കുറച്ചു നേരം ഏട്ടനും അനിയനും മുറ്റത്ത് കൂടെ സൈക്കിളൊക്കെ ഓടിക്കളിച്ചു. ഇത്തിരി നേരം ഇരുട്ടിയിരുന്നെങ്കിലും ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. ഉണ്ണികളുടെ ഒരു പൊലിവല്ലേ, നമുക്കൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. പുതിയൊരു സാധനം കിട്ടുമ്പോൾ നമുക്കൊരു ആവേശമൊക്കെ ഉണ്ടാവും. 2 ദിവസം കഴിഞ്ഞാൽ അതങ്ങോട്ട് ഒതുങ്ങിക്കോളും. അപ്പോൾ ഇത്തിരി നേരം കൂടിയും സൈക്കിളൊക്കെ ഓടി കളിച്ചു. വൈകിട്ട് പിന്നെ കിടക്കുന്നതിൻ്റെ മുന്നേ ഒന്നുകൂടെ മേലെഴുകിയാൽ മതിയല്ലോ എന്നോർത്ത് ഞാൻ സമ്മതിച്ചു കേട്ടോ. എനിക്ക് അടുക്കളയിൽ സാമ്പാർ വെക്കലും മീൻ നന്നാക്കലും അങ്ങനെ കുറച്ച് പണികളുടെ തിരക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ അടുക്കളയിൽ കൂടി. ആ നേരത്തിൻ്റെ ഉണ്ണി മുന്തിരി കൊണ്ടുവന്നിരുന്നു കേട്ടോ. വൈകിട്ട് വന്നപ്പോൾ അതൊക്കെ എടുത്ത് നല്ല രീതിക്ക് കഴുകി വൃത്തിയാക്കി അവൻ ജ്യൂസ് അടിച്ചു കേട്ടോ. പിന്നെ ഇത്തിരി കഴിഞ്ഞിട്ട് കുടിക്കാന്ന് ഓർത്ത് അങ്ങനെ തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. അന്നേരം കൊണ്ട് ഞാൻ എൻ്റെ സാമ്പാറൊക്കെ ഇങ്ങോട്ട് സെറ്റാക്കി. ചോറ് പിന്നെ വെച്ചതുണ്ടായിരുന്നു, അതൊന്ന് തിളപ്പിച്ച് വാർത്തേക്കുകയും ചെയ്തു കേട്ടോ. ഞാൻ മീൻ നന്നാക്കി ഇന്നപ്പോൾ ഉണ്ടല്ലോ
എൻ്റെ അച്ചൂട്ടൻ വന്ന് മീൻ നന്നാക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യാണ്. ഈ കുഞ്ഞുമീൻ നന്നാക്കാൻ അവന് ഇഷ്ടമാണ്. എൻ്റെ തല ഇങ്ങനെ പറിച്ചെടുത്താൽ മതിയല്ലോ. മാത്രമല്ല അവൻ്റെ സൈക്കിൾ ചോട്ടിൽ കാണാനൊക്കെ ഇത്തിരി നേരം ഞാൻ അവരുടെ കൂടെ നിന്നു. അപ്പോൾ അമ്മ ഒറ്റയ്ക്ക് പണിയെടുക്കണ്ടേ, ഞാനും സഹായിക്കാം എന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ടുകൊണ്ടിരിക്കുന്നു. സൈക്കിളൊക്കെ കിട്ടിയല്ലേ, അതിൻ്റെ ഒരു പൊലിവും ഉണ്ട്. മീൻ നന്നാക്കിയിട്ട് ഞാനെൻ്റെ അച്ചൂട്ടന് ഒത്തിരി മുഷിയൊക്കെ ചെയ്തിരുന്നു കേട്ടോ. എന്നാലും കിടക്കാൻ നേരത്തെ കുളിക്കാന്ന് ഓർത്ത് കയ്യും കാലം കഴുകി ആത്തേക്ക് കയറിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ജ്യൂസ് കുടിക്കുകയാണ് ഗൈസ്. കാണിച്ചര വരുന്നുണ്ട് ആദ്യം വെള്ളം ചൂട്ടന് സൈക്കിൾ മേടിച്ചപ്പോ കിട്ടിയാണ് കേട്ടോ. അപ്പൊ ഇതിലാണ് ഇപ്പൊ വെള്ളം കുടിക്കോ ജ്യൂസ് കുടിക്കോ ചായ കുടിക്കോ. മേടിച്ചപ്പോ ഇത് വെള്ള കളറായിരുന്നു, ഇപ്പൊ ഇതൊരു മഞ്ഞ കളറായിട്ടുണ്ട്. ഫസ്റ്റ് ഈ ഐസും കട്ട ഇട്ടിട്ട് ഇത് പിടിച്ച ഇത് ഐസും കട്ട ഇതില് കൂട്ടിട്ട് ചോമ്പ് വെച്ചിട്ട് ഈ നീരാട്ടത്തിന്റെ കൂടെ കുടിക്കേണ്ടി വരും. ആദ്യത്തെ എങ്ങോട്ടാ ഞാൻ എതിർക്കട്ടെ. ഗൈസ്, എന്റെ ആദിയുടെ ഈ ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നോ അതോ ഇത് വെട്ടണോ, ഇത് നന്നല്ലേന്നോ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യണം കേട്ടോ. എല്ലാവരും ഇത് നന്നല്ല എന്ന് പറയുകയാണെങ്കിൽ ആദ്യം ഇത് വെട്ടാന്ന് പറയണല്ലേ. ഈ വീഡിയോക്ക് 1000 ലൈക്ക് തരുവാണെങ്കിൽ ഞാനിത് പോയി വെട്ടുന്നതായിരിക്കും. അവർക്ക് എന്ത് നിർബന്ധം വെച്ചത്. അല്ലെങ്കിൽ ഈ വീഡിയോയില് ടോവിനോ തോമസ് ഒന്ന് കമന്റ് ഇടണം. ഒരു വ്യൂസ് കിട്ടുകയാണെങ്കിൽ അപ്പൊ നമുക്ക് ഈ മുടി പോയിട്ട് മൊട്ട അടിക്കാം ഗൈസ്. മൊട്ട സങ്കടലായിട്ടല്ലേ, പിന്നെ അതാണ്. അപ്പൊ മൊട്ട വേണമെങ്കിൽ വ്യൂസ് വരണം. ഈ വീഡിയോ നമ്മൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ പഴനി വ്ളോഗൊക്കെ ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട്. അതാണ് എൻ്റെ ഉണ്ണിച്ചക്കന്മാർക്ക് ഇത്രയും അധികം മുടി. ചെക്കന്മാർക്ക് മാത്രമല്ല, ചെക്കന്മാരുടെ അച്ഛനും കേട്ടോ. അപ്പോൾ എൻ്റെ ഉണ്ണി അച്ഛയുടെ താടിയും മുടിയൊക്കെ കറുപ്പിച്ചു കൊടുക്കുകയാണ്. ചിലപ്പോൾ ഒക്കെ ഞാൻ കറുപ്പിച്ചു കൊടുക്കും, ചിലപ്പോൾ ഒക്കെ അവനും കറുപ്പിച്ചു കൊടുക്കും കേട്ടോ. ഏട്ടൻ്റെ മുടിയും താടിയും ഒക്കെ കറുപ്പിച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഊണഴിക്കാൻ വന്നേ. ഞാനും അച്ചൂട്ടനും ആദ്യം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് കുളിക്കാനൊക്കെ മെനക്കെട്ടെ കേട്ടോ. നല്ല ചൂട് നത്തലൊക്കെ വറുത്തതും നല്ല സാമ്പാറൊക്കെ കൂട്ടി ഞങ്ങൾ ഊണൊക്കെ ഇങ്ങോട്ട് കഴിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് വിശേഷങ്ങളൊന്നുമില്ല, എന്നാലും നമ്മുടെ അച്ചൂട്ടന് നല്ലൊരു സർപ്രൈസൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ദിവസം തന്നെയായിരുന്നു. അപ്പം നമ്മളുടെ ഫാമിലിയിലെ കുഞ്ഞു ഇതുപോലെയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ഫാമിലീനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോയ്ക്ക് ഒരു ലൈക്കും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ടും അറിയിക്കണം കേട്ടോ.